ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ കാണുന്നവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യണവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ചൂടാണല്ലേ, പെരും ചൂട്. മഴ 2 ദിവസം കൊണ്ട് ഉണ്ടെന്നൊക്കെ പറയണേക്കാണ്ട് മഴ ഒന്ന് പെയ്ത് കിട്ടിയാൽ മതിയേനും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുന്നിരിക്കുന്ന കാര്യം എന്താ പറയുക പറയാനുള്ളത്, ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ ഭാഗങ്ങൾ എടുത്തുങ്ങാണ്ട് വേറെ ഒരാൾ വീഡിയോ ഇട്ടിക്കണ്. അതിൽ പിന്നെ ഇൻ്റെ വീഡിയോസ് തന്നെ കട്ട് ചെയ്ത് കണ്ട് ഇടുകയും ചെയ്തിരിക്കണം. ഇഞ്ചിയും കുഞ്ഞാവിൻ്റെയും തമ്മിലും വെച്ച് കണ്ടാണ് ഇട്ടിക്കണത്. അത് ഇട്ടിട്ട് ഒരു കുറേ ദിവസമായി, ഒരു 10-15 ദിവസമായി. അന്നൊന്നും വ്യൂസ് ഇല്ലാതെ കിടക്കേനു, 25 വ്യൂസ് 30 വ്യൂസൊക്കെ ഇങ്ങനെ കിടക്കേനു. ഇപ്പോൾ അത് ഇങ്ങനെ കയറി 4000-ന് മേലെ കഴിക്കണം. അപ്പോൾ അത് കുറേ ആൾക്കാർ ഇങ്ങനെ വിട്ടെന്ന് കണ്ട് ഇജെന്താ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇജൊന്നും പറയാത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നമ്മളെ പിന്നെ മറ്റേ മുമ്പത്തെ താത്താൻ തന്നെ പറഞ്ഞുകൊണ്ടാണ് ആ കോലത്തിൽ അവിടെ ഒക്കെ മുടക്കി. അതേമാതിരി ഇപ്പം ഇനി നമ്മളെക്കുറിച്ച് പറഞ്ഞങ്ങാണ്ട് വീഡിയോ അടിച്ചണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടാതിരുന്നാവോ, പറയണോലോടെ പറയട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ആര് പറയുകയാണെങ്കിലും ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കണ്ട. ഞാൻ ആ വീഡിയോയിൽ ഞാൻ തെറാപ്പിസ്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കുട്ടിനെയും കൊണ്ട് തെറാപ്പിക്ക് പോയിനു എന്നുള്ളവർ പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് അത് പിന്നെ തെറാപ്പിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഒരു തെറാപ്പിസ്റ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കണം. ഒരു 4-5 വർഷത്തെ പഠിച്ച് അതിൻ്റെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തെങ്കിലേ ഉള്ളൂ തെറാപ്പിസ്റ്റ് എന്ന് പറയുള്ളൂ. ഞാൻ തെറാപ്പിസ്റ്റ് ആണെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. ഞാൻ തെറാപ്പിസ്റ്റ് ആണെന്നുള്ളൊരു വാക്കതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ വെറും 10ാം ക്ലാസ് പഠിച്ചൊരു വീട്ടമ്മയാണ്. എന്നിട്ട് ആ ഇന്നെ കൊണ്ടുപോയി കണ്ടാണ് തെറാപ്പിസ്റ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കണം. അപ്പം ഇനിയിപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ ആൾക്കാർ വിചാരം ഉണ്ടാവും ഞാനിങ്ങനെ പറഞ്ഞിരിക്കണമെന്ന്, തെറാപ്പിസ്റ്റാണെന്നൊക്കെ പറഞ്ഞിരിക്കണമെന്ന്. ഞാൻ തെറാപ്പിസ്റ്റാണെന്ന് ഞാൻ ഒരു വീഡിയോയിലും ഒരാളോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനതൊന്ന് എന്താ എൻ്റെ വീഡിയോ കാണുന്നവരോട് വെച്ച് പറയാമല്ലോ, എൻ്റെ ചാനലിൽ വെച്ച് പറയാം. പിന്നെ അവിടെ ഇരുന്നങ്ങാണ്ട് എന്തും പറഞ്ഞുണ്ടാക്കുക, ഊഹിച്ച് പറഞ്ഞുണ്ടാക്കുക, അതാർക്കും ചെയ്യാം. പക്ഷെ നമ്മളെ അവനാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവനാൻ്റെ ഒരു കണ്ടൻറ്റായിട്ട് എടുത്തിടണം. അതിപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ ഭാഗങ്ങൾ എടുത്തിടാൻ ആരെക്കൊണ്ടും വ്യൂസ് ഉണ്ടാക്കാൻ കഴിയും. അതൊരു പിന്നെ നല്ല ബുദ്ധിയല്ല. അവനാ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അവനാൻ്റെ കണ്ടൻറ്റ് എടുത്തുങ്ങാണ്ട് ഇടുക. വേറൊരാളെടുത്തുങ്ങാണ്ട് ഇടാൻ ഇപ്പോൾ ആർക്കും കഴിയുമല്ലോ. ഇപ്പം മുമ്പത്തെ താത്താക്ക് തന്നെ അതാ പറ്റിയത്. ഫുള്ള് റിയാക്ഷൻ വീഡിയോക്കാർ ഇങ്ങോട്ട് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അതിൽ പറയാത്തതൊന്നുമില്ല. ഓരോ ഭാഗങ്ങൾ അതിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് കണ്ട് പിന്നെ ഓരോ വീഡിയോസും ചെയ്തു. ഇതൊരു യൂസഫ് ആക്കിയാണ്, ഇസ്ലാമിക് വീഡിയോ ചെയ്യണ ആളാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ വന്നുങ്ങാണ്ട് 1-2 ചാനലൊരു വീഡിയോ എടുത്തിട്ടോ, അത് പോലും നല്ല രീതിയിൽ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെ നിങ്ങളത് യൂട്യൂബിലേക്ക് വന്നു അങ്ങനെ ചോദിച്ചങ്ങാണ്ട് നമ്മളത് അറിഞ്ഞുങ്ങാണ്ട് ചെയ്തതാണ്. അത് കുഴപ്പമില്ല, അത് നമ്മളായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. ഇതിപ്പോൾ ഓരോ ഇഷ്ടത്തിന് ഊഹിച്ചങ്ങാണ്ട് പറയുമ്പോൾ അതൊരു നല്ല സ്വഭാവമല്ലല്ലോ. പറയുകയാണെങ്കിലും ഉള്ളത് പറയുകയാണെങ്കിൽ തിരക്കടില്ല. ഇല്ലാത്ത കാര്യമൊക്കെ ഞാൻ ഈ 10ാം ക്ലാസ് പിന്നെ സ്കൂൾ തന്നെ മുഴുവൻ പോയിട്ടില്ല. അങ്ങനത്തെ ഇന്നെ കൊണ്ടുപോയിങ്ങാണ്ടാണ് തെറാപ്പിസ്റ്റ് എന്നൊക്കെ പറയണത്. അപ്പോൾ ആ വീഡിയോ കാണുന്നവര് ഇതിനെക്കുറിച്ച് അറിയണവര് ഇപ്പോൾ കരുതൂലേ പിന്നെ ഇവളിങ്ങനത്തെ നോണയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ യൂട്യൂബിൽ എന്നുള്ളത്. ഞാൻ അങ്ങനത്തെ ഒരു കാര്യമേ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കുട്ടിനെയും കൊണ്ട് തെറാപ്പിക്ക് പോയിനു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറൊരു കമൻറ്റാണ്, നിങ്ങളെങ്ങനെ യൂട്യൂബിൽ നിന്നാണോ ലേഖ്യം വരകണ പഠിച്ചതെന്ന്. യൂട്യൂബിൽ നിന്ന് ലേഖം വരകണ പഠിച്ചതൊന്നും അല്ലട്ടില്ല മക്കളെ. യൂട്യൂബിൽ നിന്നൊന്നും ലേഖം വരകൽ പഠിച്ചാൽ പടിയില്ല. ഇത് മീൻകറി വെക്കുന്നല്ലോ. മീൻകറി ആണെങ്കിൽ കുറച്ച് പുളി ഉണ്ടോയെന്ന് നാമച്ച് വെക്കുക, കുറച്ച് ഉപ്പിട്ട് വെക്കുക, കുറച്ച് പുളി ഇട്ട് വെക്കുക, അങ്ങനെ വേണ്ട ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്ത് വേണമെങ്കിലും ചെയ്ത് ഇങ്ങനെ അവനാൽ പാകത്തിന് നോക്കിങ്ങാണ്ട് ഉപ്പുണ്ടോക്കിങ്ങാണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ. ഇത് അങ്ങനെ ഉണ്ടാക്കേണ്ട സാധനം അല്ലട്ടില്ലേ. അപ്പോൾ യൂട്യൂബിൽ നിന്നൊന്നല്ല ഞാൻ പഠിച്ചിരിക്കണത്. പിന്നെ ഈ ലേഹ്യം വരിക എന്ന് പറഞ്ഞ പരിപാടി 10,000-കണക്കിന് പൈസ ചിലവാക്കിയിട്ടുള്ള പരിപാടിയാണ്. ഇതിൽ കുറച്ച് വെള്ളം ഏറുക, അതേമാതിരി പിന്നെ കരിയ അടി പിടിച്ചുക, ഇതൊന്നും മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലട്ടില്ലേ. ഇത് അതിൻ്റെ പാകത്തിനും മൂപ്പിനും തന്നെ മാങ്ങയ്ക്കും വേണം, എന്നാലേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ. അതേമാതിരി തന്നെ ഇതിൽ ചേരേണ്ട സാധനങ്ങളൊക്കെ ചേരുമൊക്കെ വേണം. ഇത് 1 കിൻഡലും 2 കിൻഡലും ഒക്കെ വേണമെങ്കിൽ വരിക. പക്ഷേ അതിക്ക് ഒരു ഇത്ര മരുന്നിന് ഇത്ര സാധനം എന്നൊരു കണക്കുണ്ട്. ആ സാധനം ചേർന്നെങ്കിലേ ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് പൊടി ഇറക്കി കൊടുക്കണ മാതിരി ആയിരിക്കും കൊടുക്കുക. അതൊക്കെ ഒരു പിന്നെ 2-3 മാസം ഒന്നും നമ്മൾ പുറത്തിരിക്കൂല. ഒരു 8 ദിവസം കൊണ്ട് തന്നെ പൂത്തിട്ട് തൊടുക്കിടേണ്ടി വരും. പിന്നെ ലേഹ്യം സൂക്ഷിക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ എടുത്ത ഭരണിയിൽ നനഞ്ഞ സ്പൂൺ ഇടുക. അതേമാതിരി ആ സ്പൂൺ തന്നെ തൊള്ളിക്ക് വെച്ച് വീണ്ടും കോരി തിന്നുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കേടരും കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം പിന്നെ ആയുർവേദ കടയിലുണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധനം ഓലത് നെയ്യും എണ്ണയൊക്കെ കഴിഞ്ഞാണ്ട് ഒരഞ്ഞ പരുവത്തിലേക്കാരം. ഓലത് എത്ര അഞ്ഞ പരുവത്തിലായതൊന്നും കുഴപ്പമുണ്ടാവില്ല. കെമിക്കൽ ഒഴിച്ചിട്ട് കൊല്ലക്കണക്കിന് വേണമെങ്കിൽ ഇരിക്കും കേട്ടോ. നമ്മളത് അങ്ങനെ കെമിക്കൽ ഒഴിക്കാത്ത സാധനമാണ്. അതേപോലെ വീട്ടിലുണ്ടാകുന്ന അച്ചാറൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറും അതേമാതിരി കടയിലുണ്ടാക്കുന്ന അച്ചാറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ പിന്നെ കെമിക്കലൊന്നും ഉണ്ടാവില്ല, ഫ്രഷ് സാധനം കൊണ്ടേക്കാരം. കടയിൽ പിന്നെ ഒരു വില കുറഞ്ഞ സമയത്ത്
എന്താണ് സീസൺ സമയത്ത് വാങ്ങിങ്ങാണ്ട് ഉപ്പിലിട്ട് വെക്കും. കൊല്ലക്കണക്കിന് ഉപ്പിലിട്ട് വെച്ചിങ്ങാണ്ട് അത് അങ്ങനെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അച്ചാറിന് വില കുറയും. അതേപോലെ തന്നെയാണ് കടയിൽ നിന്ന് കിട്ടുന്ന സാധനവും പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനവും തമ്മിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ പെറ്റോടത്ത് പാർക്കാൻ പോയിക്കണോ? പെറ്റോടത്ത് പാർക്കാൻ പോയവർക്ക് ഏതോ പടിയുള്ളൂ എന്ന് കേട്ടോ. പെറ്റോടത്ത് പാർക്കാൻ പോയവർക്ക് പടിയാന്ന് പറഞ്ഞത് ശരിയാണ്. ഒരു പ്രസവിച്ചോടത്ത് നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ വിരകി ശീലം ഉണ്ടാവും. പക്ഷേ ഞാൻ പ്രസവിച്ചോടത്ത് നിൽക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ നമ്മളെ വീട്ടിൽ കുറേ ആൾ പ്രസവിച്ചാനുണ്ടായിരുന്നു. ഓരോരുത്തർ പ്രസവിച്ചാൻ വരും. ഇവിടെ പ്രസവിച്ചോലൊക്കെ 2-3 പ്രസവം ഇവിടെ പ്രസവിച്ചിരുന്നു. ആ പ്രസവിച്ചോലൊക്കെ പിന്നെ നിൽക്കുമ്പോൾ എന്താണ് ഒരു രേഖം വരകാൻ വേണ്ടി അടുത്തുനിന്ന് ഞങ്ങൾ അടുത്തത്തെ ഒരു താത്ത ഉണ്ട്, വയസ്സായ താത്ത. ആ താത്ത വരകിനു. ആ താത്തക്ക് ഹെൽപ്പറായിട്ടും ഒപ്പം നിന്നിനതും ഞാനേനു. അങ്ങനെ പഠിച്ചതാണ് കേട്ടോ, കണ്ടു പഠിച്ചു. പിന്നെ ഇപ്പോഴും തന്നെ താത്താൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് തന്നെയാണ് വരകണത്. ഞാനും മുന്നിലുണ്ട് എന്നുള്ളൂ, താത്തന്നെ എൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ അമ്മയും തന്നെ കുറേ വയസ്സായതാണ്. ഉമ്മാക്ക് ഒരുപാട് മരുന്നുകൾ അറിയാം. അമ്മി തന്നെ വിരകിങ്ങാണ്ടില്ലേ മരുന്നുകളൊക്കെ പറഞ്ഞു തരും. അതും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. താത്താൻ്റെ മരുന്നുണ്ട്. അപ്പോൾ വിരകി ശീലമല്ലോ, അത് തന്നെയാണ് ഇത് റെസിപ്പി കേട്ടോ. പിന്നെ വയസ്സായ അമ്മമാരെ റെസിപ്പിൻ്റെ പുറത്ത് നമ്മളെ വൈദ്യന്മാരെ പിന്നെ കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. വൈദ്യന്മാരെ അറിവും കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അല്ലാതെ വൈദ്യരുടെ നിർദ്ദേശം കൂടി ഇതിനനുസരിച്ചാണ് ഇത് വിരകണത് കേട്ടോ. അപ്പോൾ ആർക്കൊരു സംശയം വേണ്ട വിചാരിച്ചിട്ട് ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നല്ല ശുദ്ധമായ നെയ്യ്, അതേപോലെ നല്ല കെമിക്കലില്ലാത്ത നെയ്യ്, കെമിക്കലില്ലാത്ത ലേഹ്യം അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളി. നമ്മളെ നമ്പർ വേണമെങ്കിൽ ഞാൻ വെക്കുന്നുണ്ട്. അതേപോലെ കുട്ടികളെ നട്സിൻ്റെ ലേഹ്യമുണ്ട്, പിന്നെ വലിയവർക്കുള്ള ആടിൻ്റെ ലേഹ്യമുണ്ട്. അതേപോലെ ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട് കേട്ടോ. ഗിഫ്റ്റുകൾ ഹാമ്പർ സെറ്റ് ചെയ്തെങ്ങാണ്ട് ഇനിയിപ്പോൾ വലിയൊരുനാളല്ലേ വരുന്നത്, ഞങ്ങൾ അമ്മാക്കോ ഒപ്പാക്കോ പെണ്ണുങ്ങൾക്കോ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ നമ്മളെ ലേഹ്യത്തിൻ്റെ ഗുണങ്ങൾ ജോയിൻറ്റുകൾക്കൂടിലെ വേദന, ഊരവേദന, കജ്ജും കാലും വേദന, അതേപോലെ തന്നെ പിന്നെ ഒരു ആരോഗ്യത്തിന് ജിമ്മിന് പോകുന്നവർക്കൊരു പവർ കിട്ടാൻ, ശക്തി കിട്ടാൻ അതിനൊക്കെ പറ്റണ മരുന്നാണ്. അതേപോലെ പുരുഷന്മാർക്ക് ദാമ്പത്യത്തിലൊരു വിജയം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവിധ രക്തം ഉണ്ടാവാനുള്ള മരുന്നുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ലേഹ്യത്തിൽ കഞ്ഞിക്കൂർക്കൾ, തുളസി, അതേപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ അടങ്ങിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഊരവേദനക്ക് പറ്റുമോ? ഊരവേദന എന്ന് പറഞ്ഞാൽ ഡിസ്ക് ബൾജ് വരുന്നുണ്ട്. ആ ഡിസ്ക് ബൾജിന് നമ്മൾ തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒഴിച്ചിൽ അതിനൊക്കെ പോയാലുള്ളൂ കേട്ടോ മാറുക. അല്ലാതെ ലേഹ്യം തിന്നാൽ മാറൂല. അതൊക്കെ ആണ് ഓരോരുത്തർ പറയണത്. എന്നാൽ ഊരവേദന അങ്ങനെ എല്ലാവർക്കൊന്നും മാറട്ടെ. അപ്പോൾ ഡിസ്ക് ബൾജ് ഇല്ലോല് അതിനില്ല ചികിത്സ ചെയ്യുന്നേ വേണം. ഓപ്പറേഷൻ പറഞ്ഞിക്കണ വെച്ചാൽ അതല്ല, പിന്നെ ഒഴിച്ചില പറഞ്ഞിക്കണ വെച്ചാൽ അത്. എന്താ ഡോക്ടർമാർ പറഞ്ഞിക്കണ? ഫിസിയോതെറാപ്പി ഉണ്ട്, പലവിധ ചികിത്സയുണ്ട്. അപ്പോൾ ഡിസ്ക് ബൾജ് ഇല്ലോർക്ക് പിന്നെ ലേഹ്യം തിന്നാൽ മാറുമെന്ന് ചോദിക്കുന്നുണ്ട്. മാറൂല. നമ്മളെ വിറ്റാമിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് പിന്നെ വേദനകൾ വരും. അതേമാതിരി തന്നെ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് വേദനകൾ വരും. അതൊക്കെ ഇത് തിന്നാൽ ഒരുവിധം മാറുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ച വേദന മാറുന്നത്. പിന്നെ മാറിയോല അനുഭവം തന്നെ, കണ്ട അനുഭവമുണ്ട്, കേട്ട അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് പറയുന്നത് കേട്ടോ. ഒരുപാട് റിസൾട്ടുകൾ നമ്മൾ പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ വോയിസും വന്നതുണ്ട്. ഇപ്പോൾ ഞാൻ ആ വോയിസ് ഒന്നും പബ്ലിക് ആക്കണില്ല, ഓരോ സമ്മതമല്ലാതെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഓരോട് ചോദിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.